എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാത്തിരുന്ന കേസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. 7/3/2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ PSCയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാറ്റഗറി നമ്പർ 01/2025 ടു 03/2025 അങ്ങനെ 3 സ്ട്രീമുകളിലായിട്ടാണ് 3 സ്ട്രീംസ് ആയിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 77,200 സ്റ്റാർട്ടിങ് വരുന്നത്. 1,40,40,500 വരെ. നമുക്കിപ്പോൾ ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് ഇറക്കിയപ്പോൾ ചില കാൻഡിഡേറ്റ്സിന് തന്നെ സംശയം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വളരെ ഇപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ ജൂണിലാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 14 പ്രിലിമിനറി എക്സാം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അധികം സമയമില്ല. അപ്പോൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു UPSC ടച്ചുള്ളൊരു ഒരു മോഡലുള്ള എക്സാം ആയത് തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുള്ളത്. അതുമാത്രമല്ല UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 1, 2, 3 വർഷമൊക്കെ ആയിട്ട് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതലും കേസിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അവർക്ക് അത് കുറച്ചുകൂടി എളുപ്പമാകും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നമ്മൾ നോർമൽ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പലപ്പോഴും ഇതിൽ നിന്ന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ അത് മാത്രമല്ല വേക്കൻസീസും പറഞ്ഞ പോലെ 31 വേക്കൻസീസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അത് ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 31 വേക്കൻസീസ് ഇതുവരെ ഉള്ളതാണ് എങ്കിൽ തന്നെയും ഇനി വരുന്ന വേക്കൻസീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വേക്കൻസീസ് കൂടാനാണ് സാധ്യത. നമ്മൾ മറ്റൊന്നും നോക്കണ്ട, മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കണ്ട. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പം സാധാരണ പോലെ നമുക്കറിയാം, നമ്മുടെ സാധാരണ PSC പരീക്ഷകളാണെങ്കിൽ തന്നെയും നമുക്കറിയാം ഇപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു പാറ്റേൺ ഒന്നല്ല മാറി. ഇപ്പോൾ ഏകദേശം ഒരു UPSC മോഡൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSCയും ചോദിക്കുന്നത്. പിന്നെ പ്രിലിമിനറി എക്സാമിന് നമുക്ക് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ PSCയുടെ ഒരു പാറ്റേണൊക്കെ തന്നെയായിരിക്കും വരിക. OMR തന്നെയാണ്. പിന്നെ കുറച്ച് വ്യത്യാസം വരുന്നത് മെയിൻ എക്സാമിലായിരിക്കും. അത് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. കാരണം ഡിസ്ക്രിപ്റ്റീവ് മോഡലുള്ളതായിരിക്കും മെയിൻ എക്സാമുകൾ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഒരു ഇത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ അങ്ങനെ എന്നുള്ള രീതി വിട്ട് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, വലിച്ചു വാരി എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മസ്റ്റായിട്ടും അത് കവർ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ എന്താ പറയുക, 3 സ്ട്രീമുകളായിട്ടാണ്. അപ്പോൾ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഏജ് റിലാക്സേഷനൊക്കെ പഴയ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. 21 മുതൽ 32 വയസ്സ് വരെയാണ് സ്ട്രീം 1 വരുന്നത്. മെയിനായിട്ട് നമ്മളിപ്പോഴും ഡൗട്ട്ഫുൾ ആണെങ്കിൽ, അതായത് നമ്മൾക്കിത് വേണോ വേണ്ടയോ എന്നുള്ളൊരു അങ്ങനെ ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിലബസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമും ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിലബസ് തന്നെയാണ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ എക്സാമുകളുമായിട്ട് കുറച്ച് ചില ഭാഗത്തൊക്കെ മാത്രമേ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഡിഗ്രി പ്രിലിംസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസാണ് കേസിൻ്റേത്. നമുക്ക് ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാറ്റസും കാര്യങ്ങളും, സ്റ്റാറ്റസ് മാത്രമല്ല സാലറി പേ സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെ പോയാലും HRD എല്ലാം കൂടി ചേർത്ത് 1,00,000 മുകളിൽ എന്തായാലും മന്ത്ലി സാലറി ഉണ്ടാവും. സാലറി മാത്രമല്ല, ആ ഒരു സ്റ്റാറ്റസ്, ജോബിൻ്റെ സ്റ്റാറ്റസ് ഇത്രയും ഒരു ഉന്നതമായ ഒരു പദവിയാണ്. അതുകൂടാതെ നമുക്ക് IAS എക്സാം എഴുതാതെ തന്നെ നമുക്കൊരു 8-10 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് IAS പോസ്റ്റിലേക്ക് കടക്കാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കരിയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു
എന്താ പറയുക, പവർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മടിച്ചിരിക്കരുത്. നമ്മൾ കിട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല, നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ നമ്മുടെ ലെവൽ ബെസ്റ്റ്, നമുക്ക് എത്രത്തോളം നമുക്കത് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ പഠിക്കുക, മാക്സിമം പഠിക്കുക. നമ്മൾ പഴയ പോലെ ഇങ്ങനെ കുറച്ച് വായിച്ചു അങ്ങനെയൊന്നുമല്ല. നമുക്ക് എത്ര എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, എന്ത് പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ വളരെയധികം 10-12 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിലബസ് അനുസൃതമായിട്ട് ഇപ്പോൾ 3-4 മണിക്കൂർ പഠിച്ചാൽ മതിയാവും. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. പക്ഷേ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നതുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ നമ്മളത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 10ാം ക്ലാസ്സും +2 ഡിഗ്രിയും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് എക്സാം എഴുതിയിട്ടല്ലല്ലോ നമ്മൾ 10ാം ക്ലാസ്സിലും +2 ഒക്കെ. ഒരു 10ാം ക്ലാസ് +2 ഒക്കെ ആ മോഡലിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ചോദ്യങ്ങൾ വരുന്നത്, അതായത് ഇൻഡെപ്ത് രീതിയിലുള്ള പഠനമാണ് ഇവിടെ ആവശ്യം. അപ്പോൾ നമ്മുടെ സിലബസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. സിലബസ് അനുസരിച്ചിട്ടുള്ളൊരു പഠനം, അതാണ് നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മുടെ സിലബസ് എന്താണെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ 1 മണിക്കൂർ ഒരു സബ്ജക്റ്റ്, 1 മണിക്കൂർ വേറൊരു സബ്ജക്റ്റ്, അങ്ങനെ വേർതിരിച്ച് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇപ്പോൾ ഒരു ദിവസം എടുത്ത് നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ടോപ്പിക് ആണെങ്കിൽ, ആ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ, ഒരു 3-4 എത്ര നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ഇതനുസരിച്ചിട്ടാണ് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം അലോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ ആയിരിക്കണം ഈ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എവിടുന്നോ തുടങ്ങി എങ്ങനെ അവസാനിച്ചു അങ്ങനെയല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നാളെ എന്തൊക്കെ ഭാഗങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം എന്നുള്ളൊരു ടു ഡു ലിസ്റ്റ്, ഒരു പ്ലാനിങ് നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കധികം സമയമില്ല എന്ന് കരുതി മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും മറ്റു കാര്യങ്ങളിലായാലും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്മെൻറ്റ് അതൊക്കെ ഒന്ന് കുറയ്ക്കുക. മൊബൈൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം, ഇപ്പോൾ വല്ല ക്ലാസ് കേൾക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കേൾക്കാം. അങ്ങനെ നമുക്ക് സമയം മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമയമില്ല എന്നുള്ളൊരു കാരണത്താൽ നമ്മളിതൊരിക്കലും ഉപേക്ഷിക്കരുത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലത് ഇരിക്കും. പക്ഷെ നമ്മൾ പിന്നീട് അത് ആലോചിച്ചിട്ട് അയ്യോ ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നാലോചിച്ച് റിഗ്രറ്റ് ചെയ്യണേക്കാളും ബെസ്റ്റ് നമ്മളിപ്പോൾ അത് ശ്രമിച്ച് നമ്മൾ ആ ജോലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുക.